ഹലോ ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യു ഡി പിയുടെ ക്ലയൻറ്റ് പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് യു ഡി പിയുടെ സെർവർ പ്രോഗ്രാമും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ യു ഡി പി ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റും സെർവറും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടെൻഡിലും ഈ രണ്ട് പ്രോഗ്രാമും വർക്ക് ചെയ്യണം ഒരേ സമയം. അപ്പോൾ ഒരു യു ഡി പിൻ്റെ സെർവർ പ്രോഗ്രാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സെർവർ പ്രോഗ്രാം ഏകദേശം ക്ലയൻറ്റ് പ്രോഗ്രാം പോലെ തന്നെയാണ് യു ഡി പിൻ്റെ സെർവർ പ്രോഗ്രാമും. വളരെ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ, ഒന്ന് രണ്ടോ ഡിഫറൻസുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലയൻറ്റ് പ്രോഗ്രാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മനസ്സിലാക്കാം, വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പം സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ യു ഡി പി സെർവർ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിൽ ഒരു ക്ലയൻറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 9 സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. അതേപോലെ യു ഡി പിൻ്റെ സെർവർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനും ഉള്ള പ്രോഗ്രാമിനെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയാണ്. ക്ലയൻ്റ് ആണെങ്കിലും സെർവർ ആണെങ്കിലും ആവശ്യമുള്ള പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ സെർവർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടാക്കുക. രണ്ടാമത്തത് ആ ക്ലാസ്സിനകത്ത് മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. മൂന്നാമത്തത് ഒരു യു ഡി പിൻ്റെ സെർവർ സോക്കറ്റ് ഉണ്ടാക്കുക. ഓക്കെ, യു ഡി പിയിലെ സെർവർ സോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ പോർട്ട് നമ്പർ കൊടുക്കണം എന്നുള്ള ഒറ്റ ഡിഫറൻസ് മാത്രമേ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ളൂ. ഓക്കെ, ദെൻ ക്രിയേറ്റ് എ പാക്കറ്റ് ടു റിസീവ് ഡാറ്റ ഫ്രം ക്ലയൻറ്റ്. അപ്പോൾ അവിടെ സെർവർ ആദ്യം ഒരു ബ്ലാങ്ക് പാക്കറ്റ് ഉണ്ടാക്കി വെക്കണം, കാരണം ക്ലയൻറ്റിൽ നിന്ന് എപ്പോഴാണ് ഡാറ്റ വരിക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സെർവർ ഒരു ബ്ലാങ്ക് പാക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കണം. ഓക്കെ, അപ്പോൾ റിസീവ് ഡാറ്റ ഫ്രം ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റിൽ നിന്ന് ഒരു ഡാറ്റ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാക്കറ്റിനകത്തേക്ക് ഡാറ്റ റിസീവ് ചെയ്യാം. ദെൻ ആ റിസീവ് ചെയ്ത ഡാറ്റയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന പാക്കറ്റായിട്ടാണ് കിട്ടുക. ആ പാക്കറ്റിൽ നിന്ന് ഡാറ്റ, ഐ പി അഡ്രസ്സ്, അതുപോലെ പോർട്ട് നമ്പർ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കാരണം നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ അയച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ ആരാണ് അയച്ചത് എന്നുള്ള ഫ്രം അഡ്രസ്സ് നമുക്ക് ആ പാക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കത്തൊക്കെ വരുന്ന പോലെ ഇപ്പോൾ ഒരു ലെറ്റർ വരുന്ന സമയത്ത് ടു അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവുക. ഫ്രം അഡ്രസ്സിൽ നോക്കിയാൽ ആരാണ് നമുക്ക് അയച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആ ഫ്രം അഡ്രസ്സ് നോക്കിയിട്ടാണ് നമ്മൾ റിപ്ലൈ തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. അതേപോലെ ഒരു പാക്കറ്റ് യു ഡി പിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പാക്കറ്റിനകത്ത് ഫ്രം അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ ഫ്രം അഡ്രസ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കത് നോക്കിയിട്ട് തിരിച്ച് ഡാറ്റ അങ്ങോട്ടേക്ക് തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ക്രിയേറ്റ് എ പാക്കറ്റ് ടു സെൻഡ് ഡാറ്റ ടു ക്ലയൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നും ഇവിടെ കിട്ടിയ ആ പാക്കറ്റിൽ നിന്ന് ഡാറ്റ സെപ്പറേറ്റ് ചെയ്യുക. ഡാറ്റ സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും പുതിയൊരു പാക്കറ്റ് ഉണ്ടാക്കുക. ആ പാക്കറ്റിൽ ടു അഡ്രസ്സ് കൊടുത്തിട്ട് ഡാറ്റ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുക. ദെൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ പറഞ്ഞ 9 സ്റ്റെപ്പുകൾ നമുക്ക് ഒറ്റയടിക്ക് പ്രോഗ്രാമായിട്ട് പറയാം. കാരണം ക്ലയൻറ്റ് പ്രോഗ്രാം നമ്മൾ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെയാണ് അതിൻ്റെ സിൻടാക്സും മറ്റേ ലൈൻസുകളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ കംപ്ലീറ്റ് പ്രോഗ്രാം മാത്രമായിട്ട് പറഞ്ഞാൽ മതിയാവും ഈ യു ഡി പിൻ്റെ സെർവറിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ആവശ്യമുള്ള പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുക ആൻഡ് ക്രിയേറ്റ് സെർവർ ക്ലാസ്. അപ്പോൾ ഏതൊക്കെ പാക്കേജ് നമുക്ക് വേണ്ടത്? java.io എന്ന് പറഞ്ഞ പാക്കേജും java.net എന്ന് പറഞ്ഞ പാക്കേജും, രണ്ട് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ ക്ലാസ് ഉണ്ടാക്കുക. ക്ലാസ്സിൻ്റെ പേര് യു ഡി പി സെർവർ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, മെയിൻ മെത്തേഡ്. അപ്പോൾ ക്ലാസ്സിനകത്ത് എന്ത് എഴുതണം? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് ത്രോസ് എക്സെപ്ഷൻ. അപ്പം മെയിൻ ഫംഗ്ഷനായി. ഓക്കെ, അടുത്ത് എന്ത് വേണം? സെർവർ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് സെർവർ പ്രോഗ്രാമാണ്, അതുകൊണ്ട് ഇതിൽ സെർവർ സോക്കറ്റാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സെർവർ സോക്കറ്റ് ഉണ്ടാക്കാനുള്ള ക്ലാസ്സിൻ്റെ പേരെന്താ? സെയിം ക്ലാസ് തന്നെ, ക്ലയൻറ്റിൽ സോക്കറ്റ് ഉണ്ടാക്കി അതേ ക്ലാസ് തന്നെ, ഡാറ്റാഗ്രാം സോക്കറ്റ് എസ് ഈക്വൽ ടു ന്യൂ ഡാറ്റാഗ്രാം സോക്കറ്റ്. പക്ഷെ അവിടെയുള്ള ഡിഫറൻസ് എന്താണ്? ക്ലയൻറ്റിലാണെങ്കിൽ ഈ നമ്പർ ഉണ്ടാവില്ല, സെർവറിലാണെങ്കിൽ ഇവിടെ പോർട്ട് നമ്പർ ഉണ്ടാവും. ആ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ 3 സ്റ്റെപ്പിൽ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ആകെയുള്ള ഒരു ഡിഫറൻസ്, സെർവറിൽ സോക്കറ്റ് പ്രോഗ്രാമിൽ ഇവിടെ യു ഡി പിയിൽ പോർട്ട് നമ്പർ ഉണ്ടാവും, ക്ലയൻറ്റിലാണെങ്കിൽ പോർട്ട് നമ്പർ ഉണ്ടാവില്ല. ഓക്കെ, ഇനി സെർവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് വേണം. കാരണം സെർവർ ഓൾവേസ് റൺ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ വൈൽ ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഓൾവേസ് വൈലിൻ്റെ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് എഴുതാം. ഇനി ആ ഇൻഫിനിറ്റ് ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പാക്കറ്റ് ഉണ്ടാക്കാം, ബ്ലാങ്ക് പാക്കറ്റ്, ക്ലയൻറ്റിൽ നിന്ന് വരുന്ന ഡാറ്റ റിസീവ് ചെയ്യാൻ. അപ്പോൾ ക്ലയൻറ്റിൽ നിന്ന് എപ്പോഴാണ് ഡാറ്റ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.
ഓക്കെ. അപ്പോൾ ആദ്യം ഒരു ബ്ലാങ്ക് പാക്കറ്റ് ഉണ്ടാക്കുക. ബ്ലാങ്ക് പാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ക്ലയൻറ്റിൽ പഠിച്ചിട്ടുണ്ട്, അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു അറേ ഉണ്ടാക്കുക, ബൈറ്റിൻ്റെ ഒരു അറേൻ്റെ പേര് ഞാൻ data1 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈക്വൽ ടു ന്യൂ ബൈറ്റ് ഓഫ് 500. അപ്പോൾ 500 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് data1. ദെൻ ആ data1 എന്ന് പറഞ്ഞ അറേ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ പാക്കറ്റ് ഉണ്ടാക്കാനുള്ള ക്ലാസ്സിൻ്റെ പേര് ഡാറ്റാഗ്രാം പാക്കറ്റ്. ഇനി ആ പാക്കറ്റിൻ്റെ പേരായിട്ട് ഞാൻ റിസീവ് പാക്കറ്റ് എന്നാണ് പാക്കറ്റിന് പേരിട്ടത്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ഈക്വൽ ടു ന്യൂ ഡാറ്റാഗ്രാം പാക്കറ്റ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ദെൻ അറേ, ഈ അറേക്കകത്താണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അറേൻ്റെ പേര് കൊടുക്കുക data1. ദെൻ അറേൻ്റെ ലെങ്ത്ത് data1 ഡോട്ട് ലെങ്ത്ത്. അപ്പോൾ 500 ബൈറ്റ് വരെ ഈ data1 എന്ന് പറഞ്ഞ അറേക്കകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ അറേ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലാങ്ക് പാക്കറ്റ് ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കിയ പാക്കറ്റിൻ്റെ പേര് റിസീവ് പാക്കറ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് ഒന്നുമില്ല, കണ്ടൻറ്റ് എംപ്റ്റി ആണ്. ഓക്കെ. അപ്പോൾ ക്ലയൻറ്റിൽ നിന്ന് ഡാറ്റ വരാൻ വേണ്ടിയിട്ട് ഒരു കാലി പാക്കറ്റ് റെഡിയാക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ. ഇനി റിസീവ് പാക്കറ്റ്. അപ്പോൾ നമ്മളിവിടെ ഒരു മെസ്സേജ് കൊടുക്കുക, വെയിറ്റിംഗ് ഫോർ ഡാറ്റാഗ്രാം പാക്കറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്ത് റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, നമ്മളെ സോക്കറ്റിൻ്റെ പേരെന്താണ്, എസ്. അപ്പോൾ എസ് ഡോട്ട് റിസീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ദെൻ ആ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൽ പാക്കറ്റിന് പേര് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച പാക്കറ്റിൻ്റെ പേരെന്താ, റിസീവ് പാക്കറ്റ്. അപ്പോൾ റിസീവ് പാക്കറ്റ് എന്ന് ഇതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പോൾ ഈ ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ക്ലയൻറ്റിൽ നിന്ന് വരുന്ന ഡാറ്റ എന്തെങ്കിലും വരുന്നതാണെങ്കിൽ വരുന്ന സമയത്ത് അതിനെ റിസീവ് ചെയ്യണം. റിസീവ് ചെയ്തിട്ട് ഈ റിസീവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റിനകത്തേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ലൈനിൽ ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. കാരണം ഈ ലൈന് റൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡാറ്റ വന്നാൽ മാത്രമേ ഈ ലൈന് റൺ ചെയ്തിട്ട് ഇതിന് താഴേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സെർവർ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. എപ്പോഴാണോ ക്ലയൻറ്റിൽ നിന്ന് ഒരു കണക്ഷൻ വരുന്നത്, ഒരു ഡാറ്റ വരുന്നത്, അപ്പം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് താഴേക്ക് പോകും. ഓക്കെ. അപ്പോൾ ക്ലയൻറ്റിൽ നിന്ന് ഒരു കണക്ഷൻ വരികയാണെങ്കിൽ ഓക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ റിസീവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റ് ഫില്ലാവും. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഡാറ്റയും കിട്ടും. ആ കിട്ടിയ ഡാറ്റയിൽ നിന്ന് നമ്മൾ ഡാറ്റ IP അഡ്രസ്സും പോർട്ട് നമ്പറൊക്കെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിസീവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ പാക്കറ്റിനകത്ത് നിന്ന് ഡാറ്റ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവ് പാക്കറ്റ് ഡോട്ട് ഗെറ്റ് ഡാറ്റ എന്ന് കൊടുത്താൽ മതി. ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ സെപ്പറേറ്റ് ആവും. പക്ഷേ സെപ്പറേറ്റ് ആവുന്ന ഡാറ്റ എന്തിൻ്റെ ഫോർമാറ്റിലായിരിക്കും, ബൈറ്റിൻ്റെ അറേയായിട്ടാണ്. ഇവിടെ കണ്ടോ, ബൈറ്റിൻ്റെ അറേയായിട്ടാണ് നമ്മൾ പാക്കറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ബൈറ്റിൻ്റെ അറേയായിട്ടാണ് കിട്ടുക. അതിനെ സ്ട്രിങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ നമ്മളവിടെ എഴുതിയത്. ഓക്കെ. അപ്പോൾ ന്യൂ സ്ട്രിങ് ഓഫ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കറ്റിനകത്ത് നിന്ന് ഡാറ്റ കിട്ടും. അത് ബൈറ്റിൻ്റെ അറേ ആയിട്ടായിരിക്കും. അതിനെ സ്ട്രിങ് ആക്കി മാറ്റിയിട്ട് MSG എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ MSG എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്തുണ്ട്, ഡാറ്റ ഉണ്ട്. ഡാറ്റ എന്ത് ഫോർമാറ്റിലാണ്, സ്ട്രിങ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ്. ഇനി അതിനകത്ത് നമുക്ക് അഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്യണ്ടേ, നല്ല തിരിച്ചയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിസീവ് പാക്കറ്റ് ഡോട്ട് ഗെറ്റ് അഡ്രസ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ വന്നത് ആ വന്ന സോഴ്സിൻ്റെ അഡ്രസ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിളിൻ്റെ പേരാണ് inet അഡ്രസ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ inet അഡ്രസ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കാം IP. അപ്പോൾ ആ പാക്കറ്റിനകത്ത് നിന്ന് അഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് IP എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തു. ഇനി ആ പാക്കറ്റിനകത്ത് നിന്ന് പോർട്ട് നമ്പർ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ റിസീവ് പാക്കറ്റ് ഡോട്ട് ഗെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ ആ പാക്കറ്റിനകത്ത് നിന്ന് പോർട്ട് കിട്ടും. ആ കിട്ടുന്ന പോർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പോർട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാക്കുക. പോർട്ട് നമ്പർ എപ്പോഴും ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇൻറ്റ് പോർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പാക്കറ്റിനകത്ത് നിന്ന് ഡാറ്റ സെപ്പറേറ്റ് ചെയ്തു, IP അഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്തു, പോർട്ട് നമ്പറും സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ. ഇനി നമുക്കിവിടെ മോണിറ്ററിൽ ഒന്ന് എഴുതി കാണിക്കാം, മെസ്സേജ് ഫ്രം ക്ലയൻറ്റിൽ നിന്ന് വന്ന മെസ്സേജാണ് എന്ന് പറഞ്ഞിട്ട് ഈ മെസ്സേജ് ഇവിടെ മോണിറ്ററിൽ എഴുതി കാണിക്കാം. ഓക്കെ. ഇനി സെർവർ എന്ത് ചെയ്യണം, തിരിച്ച് ഈ ഡാറ്റ അതേപോലെ ക്ലയൻറ്റിലേക്ക് തന്നെ അയച്ചു കൊടുക്കണം. തിരിച്ച് ക്ലയൻറ്റിലേക്ക് അയച്ചു കൊടുക്കണം എന്ത് ചെയ്യണം, വീണ്ടും ഇതിനെ നമ്മളൊരു പാക്കറ്റാക്കി മാറ്റണം. ഓക്കെ. അപ്പോൾ വന്ന പാക്കറ്റ് പൊളിച്ച് നമ്മൾ ഈ ഡാറ്റയൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇതിന് റിപ്ലൈ കൊടുക്കുകയാണ്, ഇതിനെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ അയക്കുകയാണ്. ഓക്കെ. അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ അയക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ ഈ മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട്, അഡ്രസ്സ് IP എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട്, പോർട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട്. ഓക്കെ. ഇനി ഇത് ഉപയോഗിച്ച് നമ്മളിത് വീണ്ടും ഒരു പാക്കറ്റ് ഉണ്ടാക്കണം. ഓക്കെ. അപ്പം ക്രിയേറ്റ് എ പാക്കറ്റ് ടു സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ പാക്കറ്റ് ഉണ്ടാക്കാൻ വീണ്ടും ഒരു ഡാറ്റാൻ്റെ ഒരു അറേ ഉണ്ടാക്കുക. അപ്പോൾ ഡാറ്റ എപ്പോഴും ബൈറ്റിൻ്റെ അറേയായിട്ടാണ് വേണ്ടത്. അപ്പോൾ data2 എന്ന് പറഞ്ഞ ഒരു അറേ ബൈറ്റിൻ്റെ അറേ ആണ്. അതിനകത്ത് 500 ബൈറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അറേൻ്റെ പേര് data2. ദെൻ ആ അറേക്കിലേക്ക് ഫില്ല് ചെയ്യുക. നമ്മളെ ഡാറ്റ ഇപ്പോൾ ഇവിടെ ഉണ്ട്, മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട്, അത് സ്ട്രിങ് ആയിട്ടാണുള്ളത്. അപ്പോൾ മെസ്സേജ് ഡോട്ട് ഗെറ്റ് ബൈറ്റ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ ബൈറ്റാക്കി മാറ്റിയിട്ട് ഈ അറേക്കകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ data2 എന്ന് പറഞ്ഞ അറേക്കകത്ത് ഇപ്പോൾ എന്തുണ്ട്, ഡാറ്റ ഉണ്ട്. ഓക്കെ. ബാക്കിയുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്, IP അഡ്രസ്സും പോർട്ട് നമ്പറും ഉണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് പാക്കറ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പാക്കറ്റ് ഉണ്ടാക്കാനുള്ള ക്ലാസ്സിൻ്റെ പേര് ഡാറ്റാഗ്രാം പാക്കറ്റ്. ഓക്കെ, ഇനി സെൻഡ് ചെയ്യാനുള്ള പാക്കറ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് സെൻഡ് പാക്കറ്റ് എന്ന് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഡാറ്റാഗ്രാം പാക്കറ്റ്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഡാറ്റയാണ്. ഡാറ്റ ഇപ്പോൾ എവിടെയുള്ളത്? ഡാറ്റ 2 എന്ന് പറഞ്ഞാൽ അറേക്കകത്തുണ്ട്. അപ്പോൾ ഡാറ്റ 2. പിന്നെ ഡാറ്റേൻ്റെ ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ അറേൻ്റെ പേര് ഡോട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഡാറ്റ 2 ഡോട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് കിട്ടും. ഇനി അടുത്ത് വേണ്ട ഐ പി അഡ്രസ് ആണ്. ഐ പി അഡ്രസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ റിസീവ് ചെയ്ത പാക്കറ്റിൽ നിന്ന് ഐ പി അഡ്രസ് വേർതിരിച്ചിട്ട് ഈ ഐ പി എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഐ പി എന്ന് കൊടുക്കുക, കോമ. പിന്നെ വേണ്ടത് പോർട്ട് നമ്പറാണ്. പോർട്ട് നമ്പർ നമ്മൾ ഇവിടുന്ന് റിസീവ് ചെയ്ത പാക്കറ്റിന് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോർട്ട് എന്ന് പറഞ്ഞ ഈ വേരിയബിളിനകത്തുണ്ട്. അപ്പം കോമ പോർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി കൂടിയിട്ട് ഒരു സിംഗിൾ പാക്കറ്റാക്കി മാറ്റും. ആ പാക്കറ്റിൻ്റെ പേര് സെൻഡ് പാക്കറ്റ് എന്നാണ്. ഇനി ഈ സെൻഡ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ പാക്കറ്റിനെ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മളെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്, എസ് എന്ന് പറഞ്ഞ സോക്കറ്റ്. അപ്പോൾ നമ്മൾ എസ് ഡോട്ട് സെൻഡ്, എന്താണ് ഫംഗ്ഷൻ, സെൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. എന്താ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുക. നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് എന്താ? ഈ പാക്കറ്റാണ് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഏത് പാക്കറ്റ്? ആ പാക്കറ്റിനകത്ത് ഡാറ്റ ഉണ്ട്, അതിൻ്റെ ലെങ്ത് ഉണ്ട്, ഐ പി അഡ്രസ് ഉണ്ട്, പോർട്ട് നമ്പർ ഉണ്ട്. പാക്കറ്റിൻ്റെ പേര് സെൻഡ് പാക്കറ്റ് എന്നാണ്. അപ്പോൾ സെൻഡ് പാക്കറ്റ് എന്ന് പറഞ്ഞ പാക്കറ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, സെൻഡ് ചെയ്യാന്ന് പറഞ്ഞത് ഇപ്പോൾ നേരെ എവിടേക്ക് പോകും? ക്ലയൻറ്റിൽ പോയിട്ടുണ്ടാവും. ഇനി ബാക്കി ക്ലയൻറ്റിൻ്റെ പണിയാണ് എന്ത്? അവിടെ റീഡ് ചെയ്തിട്ട് അതിനെ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യലൊക്കെ. അപ്പോൾ അത് ക്ലയൻറ്റാണ് ചെയ്യുക. അപ്പോൾ സെർവർ ഇപ്പം ക്ലയൻറ്റിൽ നിന്ന് വരുന്നത് റീഡ് ചെയ്തു, ഇവിടെ മോണിറ്ററിൽ കാണിച്ചു, അതിനകത്ത് നിന്ന് ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും പുതിയൊരു പാക്കറ്റ് ഉണ്ടാക്കി അതിന് 2 അഡ്രസ്സ് കൊടുത്ത് എന്നിട്ട് അത് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ അയച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയായാലും സെർവറിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഇതാണ് UDPൻ്റെ കംപ്ലീറ്റ് സെർവർ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് ഓരോന്നും അണ്ടർലൈൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം എക്സാമിന് എഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ UDPൻ്റെ ക്ലയൻറ്റ് എഴുതുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി അതേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ്, ജസ്റ്റ് ഓർഡറിൽ കുറച്ച് മാറ്റം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എഴുതായിരുന്നത്. അപ്പം നിങ്ങൾ നോട്ടിൽ ഇങ്ങനെ എഴുതിയാൽ മതി. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നും ഈ ഹെഡിങ് എഴുതിയിട്ട് അതിന് താഴെ അത് കളറിൽ വരുന്ന പോർഷൻസ് ആ ഹെഡിങ്ങിൻ്റെ അണ്ടറിലായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ UDPൻ്റെ സെർവർ പ്രോഗ്രാമും ഇവിടെ തീർന്നു. ക്ലയൻറ്റ് പ്രോഗ്രാമും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, ഇനി ഇതിനകത്ത് യൂണിറ്റിനകത്ത് ബാക്കിയുള്ളത് ഒരു പോർഷൻ, സപ്പോർട്ട് ഫോർ മൾട്ടിപ്പിൾ ക്ലയൻസ് ഇൻ ജാവ. ജാവയിൽ മൾട്ടിപ്പിൾ ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കൊരു ഗൂഗിളിൻ്റെ എക്സാമ്പിൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ www.google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർവറിലേക്കാണ് പോവുക അല്ലേ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഒരേ സമയം ഗൂഗിളിൻ്റെ സെർവർ ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഗൂഗിളിൻ്റെ സെർവറിൽ എന്തുവാണ്, ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ ഞാൻ google.com എന്ന് അടിച്ച്, അപ്പോൾ ഈ ഗൂഗിൾ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പോൾ അതേസമയം വേറെ കുറേ ആൾക്കാർ അവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരാളത് കഴിഞ്ഞിട്ട് അടുത്ത ആളത് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത ആൾക്ക് ചെയ്യാൻ പറ്റില്ലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയും കണക്ഷൻസ് ഒരേ സമയം വരും. ഓക്കെ, അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ച മൾട്ടി ത്രെഡിങ് ആണ്. ഓക്കെ, അപ്പം ഒരു സെർവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മൾട്ടി ത്രെഡഡ് ആയിട്ടായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓരോ ക്ലയൻറ്റിൻ്റെ കണക്ഷൻ വരുമ്പോഴും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ത്രെഡ് ഉണ്ടാക്കി കൊടുക്കും. ആ ത്രെഡ് ആ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, മെയിൻ ത്രെഡ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് മൾട്ടി ത്രെഡിങ്. ഇപ്പോൾ ജാവ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ക്ലയൻറ്റ് ഫെസിലിറ്റി ത്രൂ മൾട്ടി ത്രെഡിങ്. മൾട്ടി ത്രെഡിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ ജാവ മൾട്ടി ത്രെഡിങ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ 2 ways. 2 വിധത്തിൽ മൾട്ടി ത്രെഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഏതൊക്കെയായിരുന്നു 2 മെത്തേഡ്? ബൈ എക്സ്റ്റെൻഡിങ് ത്രെഡ് ക്ലാസ് ആൻഡ് ബൈ ഇംപ്ലിമെൻറ്റിങ് റണ്ണബിൾ ഇൻ്റർഫേസ്. അങ്ങനെ 2 രീതിയിൽ ജാവയിൽ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാംസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല. ബാക്കി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ മൾട്ടി ത്രെഡിങ്ങിൻ്റെ ഈ 2 ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. എക്സ്റ്റെൻഡിങ് ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് റണ്ണബിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് അത് എഴുതിയതിന് ശേഷം ബാക്കി ഈ പോർഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്ന ആ പോർഷൻ ഇതിൻ്റെ കൂടെയൊക്കെ എഴുതുക. അപ്പോൾ ഇതുപോലെ ഒരു നോട്ട് അവിടെ എഴുതി വെക്കുക. എക്സ്പ്ലെയിൻ മൾട്ടി ത്രെഡിങ് വി സ്റ്റഡീഡ് ഇൻ യൂണിറ്റ് 2. ഓക്കെ, യൂണിറ്റ് 2 നമ്മൾ ഓൾറെഡി നോട്ട് എഴുതിയിട്ടുണ്ട്. ആ പോർഷന് ഇതിൻ്റെ താഴേക്കാണ്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ 3rd മൊഡ്യൂൾ ഇവിടെ തീരുവാണ്. ഇതോട് കൂടിയിട്ട് 3 മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 4th മൊഡ്യൂളാണുള്ളത്. അതിനകത്ത് ജസ്റ്റ് ഒരു RMI എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ, ഫീച്ചേഴ്സ്, പ്രോഗ്രാംസ് അത്രയേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിച്ച URL, TCP, UDP. അപ്പോൾ URL എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് അതിനുശേഷം TCPൻ്റെ ക്ലയൻറ്റ് പ്രോഗ്രാം, സെർവർ പ്രോഗ്രാം, പിന്നെ UDP അതിൻ്റെ ക്ലയൻറ്റ് പ്രോഗ്രാം, സെർവർ പ്രോഗ്രാം. അപ്പോൾ ഒരു 4 പ്രോഗ്രാമും പിന്നെ URLഉം ഈ അത്രയും സെക്ഷൻസാണ് ഈ മൊഡ്യൂളിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ യൂണിറ്റിനകത്ത് നിന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് പ്രീവിയസ് എക്സാംസിന് ചോദിച്ചാൽ നമുക്കതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. അതെല്ലാം നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് സോക്കറ്റ്, എന്താണ് സോക്കറ്റ് എന്ന് 2 മാർക്കിന് ചോദിച്ചിരുന്നു. നെയിം എനി 4 മെത്തേഡ്സ് ഓഫ് URL ക്ലാസ്, URL ക്ലാസ്സിനകത്തുള്ള 4 മെത്തേഡ്സ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചതാണ്. ദെൻ എക്സ്പ്ലെയിൻ വെൽ നോൺ പോർട്ട്, പോർട്ടുകൾ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിൽ വെൽ നോൺ പോർട്ട് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദെൻ റൈറ്റ് ദ മെത്തേഡ്സ് ഓഫ് ഗെറ്റിംഗ് പ്രോട്ടോകോൾ ആൻഡ് പോർട്ട് ഓഫ് എ URL ക്ലാസ്, ഒരു URL ക്ലാസ്സിൽ നിന്ന് പ്രോട്ടോകോൾ എങ്ങനെയാണ് കിട്ടുക, പോർട്ട് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ആ ഫംഗ്ഷൻ്റെ പേര്. ദെൻ ഡിഫൈൻ സോക്കറ്റ്, സോക്കറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇതൊക്കെയാണ് ഷോർട്ട് ആൻസർ 2 മാർക്കിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ്ഐൻ്റെ പോർഷൻസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി ബാക്കി വരുന്നത്. അതിൽ ആദ്യം URL എന്താണ്, അതിൻ്റെ കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് URLഉം റിലേറ്റീവ് URLഉം തമ്മിലുള്ള വ്യത്യാസം അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ. ദെൻ URLനകത്തുള്ള ഗെറ്റർ മെത്തേഡ്സ്. ഓക്കെ, URLനകത്ത് കുറേ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗെറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ഫങ്ഷൻസിൻ്റെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ URL ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ URLൽ പറഞ്ഞതാണ്. ദെൻ വേരിയസ് URL കൺസ്ട്രക്റ്റേഴ്സ്, അത് നമ്മൾ URLൻ്റെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞ്. അപ്പം ജസ്റ്റ് നിങ്ങൾ സെക്ഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഓപ്പൺ സ്ട്രീമും ഓപ്പൺ കണക്ഷനും തമ്മിലുള്ള വ്യത്യാസം അത് അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ സ്ട്രീമും ഓപ്പൺ കണക്ഷനും എങ്ങനെയാണ്, എന്താണ്, അത് ഉപയോഗിച്ചൊരു ഫയലിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ. ഓക്കെ, റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു റീഡ് URL യൂസിങ് ഓപ്പൺ സ്ട്രീം ആൻഡ് ഓപ്പൺ കണക്ഷൻ. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ URLൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി വരുന്ന TCP അതുപോലെ UDP ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്രിയേറ്റിംഗ് TCP/IP സെർവർ പ്രോഗ്രാം. ഒരു TCP/IPയിലെ TCP എന്നാണ് TCP/IP. ഓക്കെ, അപ്പോൾ TCPൻ്റെ സെർവർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ചോദിച്ചത്. ജസ്റ്റ് ആ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ കമ്പയർ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കമ്പയർ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ TCP സോക്കറ്റ് ആൻഡ് UDP സോക്കറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം TCP സോക്കറ്റും UDP സോക്കറ്റും, അപ്പോൾ TCP എന്താണ്, TCPൻ്റെ ഫീച്ചേഴ്സ്, UDP എന്താണ്, UDPൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ TCPയിൽ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലാസ്സുകൾ, UDPയിൽ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലാസ്സുകൾ, അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലാതെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊന്നും ഈ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഡിസ്ക്രൈബ് ദ ക്രിയേഷൻ ഓഫ് TCP സോക്കറ്റ്, അപ്പോൾ TCP സോക്കറ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ സ്റ്റെപ്പ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്തത് റൈറ്റ് എ TCP ബേസ്ഡ് സെർവർ സോക്കറ്റ് പ്രോഗ്രാം ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ വിത്ത് ക്ലയൻറ്റ് പ്രോഗ്രാം. അപ്പോൾ TCPൻ്റെ സെർവർ പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ സെർവർ പ്രോഗ്രാം ഡിഫൈൻ ചെയ്യാം. അടുത്ത ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ TCP സോക്കറ്റ് ആൻഡ് UDP സോക്കറ്റ്. ഇവിടെ പറഞ്ഞ തന്നെയാണ് TCP സോക്കറ്റും UDP സോക്കറ്റും എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ, ആ ക്ലാസ്സിൻ്റെ യൂസ്, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയേണ്ടത്. അപ്പോൾ റൈറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡാറ്റാഗ്രാം സോക്കറ്റ്, UDP ആണ്. ഡാറ്റാഗ്രാം സോക്കറ്റ് ക്ലാസ്സും ഡാറ്റാഗ്രാം പാക്കറ്റ് ക്ലാസ്സും. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചാൽ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതൊക്കെയായിരുന്നു ഡാറ്റാഗ്രാം സോക്കറ്റിനകത്ത്, ഡാറ്റാഗ്രാം പാക്കറ്റിനകത്തും. സോക്കറ്റിനകത്ത് സെൻഡ് റിസീവ്, പാക്കറ്റിനകത്ത് ഗെറ്റ് ഡാറ്റ, ഗെറ്റ് IP അഡ്രസ്, ഗെറ്റ് അഡ്രസ്സ്, ഗെറ്റ് പോർട്ട്, ഗെറ്റ് ലെങ്ത്, ആ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ വേരിയസ് കൺസ്ട്രക്ടേഴ്സ് ഓഫ് ഡാറ്റാഗ്രാം സോക്കറ്റ് ആൻഡ് ഡാറ്റാഗ്രാം പാക്കറ്റ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഡാറ്റാഗ്രാം സോക്കറ്റിനകത്ത് 2 കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡാറ്റാഗ്രാം പാക്കറ്റിൻ്റെ കൺസ്ട്രക്ടറും എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ യൂസിങ് INET അഡ്രസ് ക്ലാസ്, റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു റിട്രീവ് IP അഡ്രസ് ആൻഡ് ഹോസ്റ്റ് നെയിം ഓഫ് എ കമ്പ്യൂട്ടർ ഇൻ എ നെറ്റ്വർക്ക്. അത് നമ്മൾ ലാബിൻ്റെ സെഷനിൽ ചെയ്യും. ജസ്റ്റ് 2 ലൈനുള്ള ഒരു പ്രോഗ്രാമേ ഉള്ളൂ. ഒരു ഈ INET അഡ്രസ് എന്ന ക്ലാസ് ഉപയോഗിച്ചിട്ട് അഡ്രസ്സ് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ് എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ ലാബ് ചെയ്യുമ്പോൾ ആ സമയത്ത് പറയാം. ഓക്കെ, ആകെ 2 ലൈനുള്ള ഒരു പ്രോഗ്രാമേ ഉള്ളൂ.
ദെൻ എക്സ്പ്ലെയിൻ ഹൗ ടു സപ്പോർട്ട് മൾട്ടിപ്പിൾ ക്ലയൻസ് ഇൻ ജാവ. ഒക്ടോബർ 19 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലാസ്റ്റത്തെ സ്ലൈഡാണ്. മൾട്ടിപ്പിൾ ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജാവയിൽ എന്തെല്ലാം കാര്യങ്ങളാണല്ലോ. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ജാവ മൾട്ടി ത്രെഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ മൾട്ടി ത്രെഡിങ്ങിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോട്ടിൽ എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നോട്ടൊന്ന് ഓടിച്ച് നോക്കിയാൽ നമുക്ക് അതിനകത്ത് ഇതേപോലെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് നന്നായിട്ട് പഠിക്കുക. കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. 4 പ്രോഗ്രാംസും പിന്നെ URL എന്ന് പറഞ്ഞൊരു സെക്ഷനും ഉള്ളതിനകത്ത് പഠിക്കാൻ. കണ്ടൻസ് വളരെ കുറവാണ്. ആ പ്രോഗ്രാം ഒന്ന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിയറിക്കും ലാബിനും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കാം. താങ്ക് യു വെരി മച്ച്.